കുട്ടൻ നേരത്തെ നാസർ കോളായി പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രതിഷേധ പ്രകടനം വരുന്ന സമയത്ത് സയ്യിദ് കുത്തബിയുടെയും അതുപോലെ തന്നെ ഹസ്നുൽ ബെന്നയുടെയും ഒക്കെ പടം വെച്ച് അവിടെ പ്രകടനം നടത്തുന്ന തലത്തിലേക്ക് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ മാറുന്നു. ആ ജമാഅത്ത് ഇസ്ലാമിക്കാണ് വി ഡി സതീശൻ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അവരെ കൂടെ ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ആശയപ്രചരണത്തിൻ്റെ തലം വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അവരെ സംബന്ധിച്ച് അവരുടെ ആശയപ്രചരണം ജമാഅത്ത് ഇസ്ലാമി സോളിഡാരിറ്റി വഴി അവരുടെ ആശയപ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. കേരളത്തിലെ യു ഡി എഫ് രാഷ്ട്രീയത്തിനകത്ത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കുന്ന ഒരു നീക്കമാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് നേരത്തെ തന്നെ പല തരത്തിലും ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫ് കൂടെ കൂട്ടുന്ന ഒരു ഘട്ടം നമുക്കറിയാം. നിലമ്പൂർ ഇലക്ഷൻ സമയത്താണ് പരസ്യമായുള്ള ഒരു കൂട്ടുകെട്ട് വരുന്നത്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പിന്തുണ, അതായത് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുന്നതൊക്കെ നമ്മൾ നേരിട്ട് അവിടെ നിന്നും കണ്ടതാണ്. ആ ഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അന്നൊക്കെ കോൺഗ്രസിന്റെ നേതാക്കൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിക്കുന്നു. അവർ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു പുതിയ രാഷ്ട്രീയ പന്ഥാവിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് ഈ പിന്തുണ എന്നൊക്കെ പറഞ്ഞു. സാധാരണ നേരത്തെ സ്വാലിഹൊക്കെ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു പരസ്യമായ കൂട്ടുകെട്ടിനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ, പാലക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകാലങ്ങളിലൊക്കെ പൂർണ്ണമായി യോജിച്ചിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും രഹസ്യമായി പല തരങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേരത്തെയും യു ഡി എഫ് വാങ്ങിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത് കേരളത്തിൽ ചർച്ചയായതാണ്. പക്ഷേ ഈ നിലമ്പൂർ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ടാണ് ഇതൊരു പരസ്യ കൂട്ടുകെട്ടായി വരുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പല മേഖലകളിലും വാങ്ങുന്നതിന് വേണ്ടി യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ കൂടെ ഘടകകക്ഷി എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും അതേ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് കൂടെ നിർത്താനുള്ള ആലോചനകൾ വരെ നടന്നിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഗൗരവമായി കാണണം. ആ ഘട്ടത്തിലൊക്കെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ തീവ്ര വർഗീയ കക്ഷിയെ കൂടെ കൂട്ടുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ ഉൾപ്പെടെ പറഞ്ഞത് അവർ പഴയ തീവ്ര രീതിയിലുള്ള വാദങ്ങളൊക്കെ ഒഴിവാക്കി അത്തരം ചിന്താഗതിയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ രാഷ്ട്രീയ ലൈനിലേക്ക് വന്നിരിക്കുകയാണെന്നാണ്. പക്ഷെ ആ ഒരു വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പുതിയൊരു സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത്. സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ, യുവജന സംഘടനയായ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മലപ്പുറത്ത് തുടങ്ങുന്ന ഈ സംവാദ സദസ്സ് കേരളത്തിലെ എല്ലാ മേഖലകളിലേക്കും, അവർക്ക് സ്വാധീനമുള്ള എല്ലാ മേഖലയിലും സ്വാധീനമില്ലെങ്കിൽ പോലും അവർക്ക് ആൾക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കും. അത് കേരളീയ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നുള്ളത് വലിയ ചർച്ചയാകും. തീർച്ചയായും കുട്ടൻ ഇപ്പോൾ നാസർ കോളായി പറഞ്ഞത് ഈ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഈ സയ്യിദ് കുത്തബയുടെ ചിത്രം പോലും ഉയർത്താൻ കഴിയില്ല. അത് ഉയർത്തിക്കഴിഞ്ഞാൽ അപ്പോൾ വധശിക്ഷയടക്കം നൽകുന്ന സാഹചര്യമാണ് പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഉള്ളത്. തീവ്രവാദത്തിൻ്റെ ഒരു മൂല കാരണം തന്നെ ഇത്തരം ആൾക്കാരാണ്, ഈ ഹസ്നുൽ ബെന്ന അടക്കമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന തലത്തിലേക്ക് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മാറുകയാണ്. അത് ഈ സമൂഹത്തിൻ്റെ ഒരു മതേതര പാരമ്പര്യത്തെ, മതേതര യാത്രയെ ഒക്കെ തടസ്സപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ചും RSS അടക്കമുള്ള സംഘടനകൾ BJP കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അതിശയമില്ല. കാരണം ബദർഹുഡിന്റെ അതേ പാത തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി ഇവിടെ മാർച്ച് നടത്തുമ്പോൾ അതിനകത്ത് ബദർഹുഡ് നേതാക്കളായ യൂസുഫ് ദർദാവിയുടെയും ഹസനുൽ ബന്നയുടെയും സയ്യിദ് കുത്തുബിന്റെയൊക്കെ ഫോട്ടോ ഉപയോഗിക്കുന്നത് പറയുന്നത് ഈ സംഘടനയെ പറ്റി അറിയുന്നവർക്ക് അതിന് വലിയ അത്ഭുതം ഉണ്ടാവില്ല. കാരണം തീവ്ര മതരാഷ്ട്രവാദികളാണ് ഈ ബദർഹുഡും. അവർ നടത്തിയ പ്രശ്നങ്ങളും ഇടപെടലും രാജ്യാന്തര തലത്തിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങൾക്കകത്തും ഈ സംഘടന പൂർണ്ണമായും, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ സംഘടനയെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു സംഘടനയുടെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൗദൂദ് രാഷ്ട്രവും ഈ തീവ്ര മതരാഷ്ട്രവാദം എന്നുള്ളതാണ്. അതിനകത്ത് ഒക്കെ പ്രധാനപ്പെട്ട അപകടകരമായ കാര്യം എന്നുള്ളത് ഇവരുടെ ഈ സത്യശാസ്ത്രം എന്നൊക്കെ പറയുന്നത്, അതായത് ഈ സംഘടനയുടെ ഒരു വിഷയം, അതായത് ഇവരുടെ ഒരു ഭരണഘടന എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യനിർമ്മിത വ്യവസ്ഥകളാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തൊക്കെ ഉള്ളത്, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് മറ്റൊരു ഈ മതനീതിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥ എന്ന രീതിയിലേക്കുള്ള ഒരു പ്രബോധനമൊക്കെ നടത്തി
മുന്നോട്ട് വരുന്ന ഒരു സംഘടനകളാണ് ബദർഗുണ്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ. അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അവർ യു ഡി എഫിൽ പിന്തുണ നൽകുന്നു. യു ഡി എഫ് നേതാക്കൾ അവരെ ആശ്രയിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു. ഇതൊക്കെ കേരളീയ സമൂഹത്തിൽ വലിയ തീർച്ചയായും ചർച്ച. പി വി കുട്ടൻ, നമ്മൾ അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമായി എടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമാകുന്നു. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരുടെ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും വിവിധ പേരുകളിൽ അല്ലെങ്കിൽ വിവിധ രൂപങ്ങളിൽ സ്ഥാനാർത്ഥികളായി എത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം വരുന്ന സമയങ്ങളിൽ ഇവർ ഈ പറയുന്ന ഏത് വേഷത്തിലും കടന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ അധികാര പന്ഥാവിലേക്ക് ജമാഅത്ത് ഇസ്ലാമിയെ കാർപ്പറ്റ് വിരിച്ചു കൊണ്ടുവരികയാണ് യു ഡി എഫ് ചെയ്യുന്നത്. ഒരു മതരാഷ്ട്രവാദത്തെ ജനാധിപത്യ പ്രക്രിയയിൽ എത്രയോ കാലം പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ഒരു കൂട്ടരെ അവരെ കൊണ്ടുവരികയാണ്. അത് ഉണ്ടാക്കുന്ന എത്രയൊക്കെ വന്നാലും അവരവരുടെ ആശയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെമിനാറിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ വരുന്നത് വളരെ ഈ നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തെ, മതേതര സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കില്ലേ കുട്ടൻ? ഷമി, കാലങ്ങളായി കേരളത്തിന്റെ ഈ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടിയും കേരളത്തിന്റെ മറ്റ് ഈ പറയുന്ന ഒരു മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനൊക്കെ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വളരെ കാലങ്ങളായി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു പൊതുമുഖം നൽകുന്നതിന് വേണ്ടി, രാഷ്ട്രീയ മുഖം നൽകുന്നതിന് വേണ്ടിയാണ് അവർ വെൽഫെയർ പാർട്ടി എന്നുള്ള സംഘടന തന്നെ രൂപീകരിക്കുന്നത്. ഈ പാർട്ടി വന്നതിന് ശേഷം അവർ ഏറ്റെടുത്ത സമരങ്ങൾ, ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം തികച്ചും സമൂഹത്തിൽ വിരുദ്ധമായ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിഞ്ഞ് കൊണ്ട് നിൽക്കുന്ന, എവിടെയൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ഇവരുടെ ആശയങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി പറ്റുമോ അതിനുതകുന്ന രീതിയിലുള്ള തികച്ചും ഒരു സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലേക്കുള്ള ചില പ്രവർത്തനങ്ങളാണ് പല മേഖലകളിലും ഈ പറയുന്ന സംഘടനകൾ, അത് വെൽഫെയർ പാർട്ടി ആയാലും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നടത്തുന്നത്. ആ ഘട്ടത്തിലൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഇവരെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഇവരെ ഈ ഒരു പൊതുധാരയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനോ തയ്യാറായിരുന്നില്ല. പക്ഷെ അവർക്കൊരു ഇപ്പോഴൊരു അതിലേക്കൊരു വഴി തുറന്നിടുകയാണ് യു ഡി എഫ് ചെയ്തത്. ആ യു ഡി എഫിന് തന്നെ ഇത് വലിയ ഈ ഒരു വിഷയം വലിയ ചർച്ചയാകും എന്നുള്ളതാണ്. കാരണം ഔദ്യോഗിക ആശയങ്ങളിൽ നിന്നും അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഔദ്യോഗിക ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്.